പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെസ്സിനെ എത്ര പേർ ഇന്ന് പകലും ആമേൻ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ എല്ലാം ടെസ്റ്റിമണിയിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ദൈവം വിശ്വസ്തനായ. ഹല്ലേലൂയ. ആ ഒരു വാക്ക് ഭയങ്കര പവർഫുൾ ആണ് നമ്മുടെ ലൈഫിനകത്ത്. എന്തുകൊണ്ടാണ് ദൈവം ഫെയ്ത്ത്ഫുൾ ആയിരിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ല, ഒന്നും ചെയ്യാതെ തന്നെ ദൈവം ഫെയ്ത്ത്ഫുൾ ആണ്. കാരണം വിശ്വസ്തത എന്ന് പറയുന്ന കർത്താവിന്റെ ഒരു നേച്ചറിനകത്ത് വരുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ചിലയിടങ്ങളിൽ നമ്മൾ മാറിയാലും ദൈവം മാറത്തില്ല. അവൻ മാറാതെ നമ്മുടെ ഒപ്പം നിൽക്കുന്നതിന്റെ കാരണം അവൻ പറഞ്ഞ വാക്ക്, അവൻ നമ്മളോട് ചെയ്ത ഹല്ലേലൂയ പ്രോമിസുകൾ, ഈ ഒരു കാര്യത്തിന്റെ മേളിൽ അവനൊപ്പം നിൽക്കുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെസ് ഇന്നോ പകലും ഈ ആലയത്തിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നതിനാൽ അവൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കൈ അത് ചെയ്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ലൈഫിനകത്ത് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തൊക്കെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ കടന്നു പോയാലും, ഏതൊക്കെ സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോയാലും, അവൻ പറഞ്ഞ വാക്ക് നിങ്ങളുടെ ലൈഫിൽ നിവർത്തിക്കാതെ പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന്. ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങൾ നേരെ അതിന്റെ എതിർദിശയിലേക്ക് യാത്ര ചെയ്യുന്നവരാണെന്ന്. പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, അവന്റെ വാക്കിന്റെ ശക്തിയിൽ നിന്ന് നിന്നെ പുറത്തോട്ട് കൊണ്ടുപോകുവാൻ ലോകത്തിലെ ഒന്നിനും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലെ ഞങ്ങൾ വന്ന വഴിക്ക് സംസാരിച്ചുകൊണ്ടിരുന്നത് ഹല്ലേലൂയ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ദൈവത്തിന്റെ വാക്കിന് കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ മേൽ പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക്, നിന്റെ മേൽ പറഞ്ഞ വാക്കിന് നിന്റെ ലൈഫിന്റെ അകത്ത് സാധ്യതകളെ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ആ സാധ്യതകളെ വിളിച്ചു വരുത്തുവാൻ ആ വാക്കിന് അധികാരമുണ്ട്, ആ വാക്കിന് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തെ നോക്കിയിട്ട് വിളിച്ചു പറയട്ടെ, കർത്താവ് നിന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ ഇന്നയിടത്ത് നിനക്ക് ജോലി തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ ഇന്ന വഴി നിനക്ക് വേണ്ടി തുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന അനുഗ്രഹം നിനക്ക് വേണ്ടി തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ശുശ്രൂഷ നിന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവൻ നിന്റെ മുമ്പിൽ വാഗ്ദത്തങ്ങൾ ഒരുപാട് നിരന്നു നിൽക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവൻ നിന്റെ സാഹചര്യങ്ങൾ മുഴുവൻ വിരോധമായി നിന്നാലും, അവൻ എന്തെല്ലാം ശൂന്യതകൾ നിന്റെ ലൈഫിലേക്ക് കയറിപ്പോയാലും, ഹല്ലേലൂയ, ഏതെല്ലാം സാഹചര്യത്തിലൂടെ നീ കടന്നു പോയാലും, ഹല്ലേലൂയ, അവന്റെ വാക്ക് അവന്റെ വാക്കിന് ജീവിപ്പിക്കുന്ന വാക്കാക്കി, ചിലതിനെ ഉളവാക്കുന്ന വാക്കാക്കി. ഹല്ലേലൂയ. ലാധൂനിയ ലരഗദനഗമന. ഹല്ലേലൂയ. ശാധന ലരഗദനഗമന. ലധൂനി ലരദനി ലബ്രപാദി ലരഗദനി. ഹല്ലേലൂയ. എന്റെ പ്രസംഗ വിഷയം ഇതല്ല. പക്ഷെ ഇവിടെ അവൻ കയറി നിന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മനസ്സിൽ തന്ന ഭാഗമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അങ്ങനെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം, കർത്താവ് ആരെയോ ഒരാളെ പ്രത്യേകമായി തൊടുന്ന ഒരു സമയമാണത്. ഹല്ലേലൂയ. നിന്റെ മേളിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ വേറെ എന്ത് സംഭവിച്ചാലും, ഏതെല്ലാം സാഹചര്യത്തിലൂടെ കടന്നു പോയാലും, ഹല്ലേലൂയ, അത് നഷ്ടപ്പെട്ടെന്ന് കരുതിയാലും, ഹല്ലേലൂയ, നിന്റെ അകത്ത് ജീവനെ കൊണ്ടുവരുവാൻ ആ വാക്കിന് ശക്തിയുണ്ട്. അബ്രഹാമേ, ഞാൻ നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്ക് തലമുറ ഉണ്ടാകുമെന്ന് ഞാനൊരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യത്തിന്റെ അകത്ത് നീ നിർജീവമായിരിക്കാം, നിന്റെ ഭാര്യ നിർജീവമായിരിക്കാം, നിനക്ക് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, ഒരു തലമുറയെ പുറത്തു കൊണ്ടുവരുവാൻ മാനുഷികമായിട്ടോ അല്ലെങ്കിൽ ഹല്ലേലൂയ സയൻസ് അനുസരിച്ചോ നടക്കത്തില്ലായിരിക്കും. പക്ഷെ എന്റെ വാക്കിന് നിന്റെ നിർജീവത്തെ മാറ്റുവാൻ കഴിയും. നിന്റെ ബാരൻനെസ്സിനെ പൊളിക്കുവാൻ ഞാൻ പറഞ്ഞ വാക്കിന് കാലങ്ങൾ കഴിഞ്ഞാലും ശക്തിയുണ്ട്. അതിനെ പൊട്ടിയ തന്നെ ചെയ്യും. അതിനു വേണ്ടുന്ന പ്രവൃത്തി ഞാൻ നിന്റെ ലൈഫിന്റെ അകത്ത് കൊണ്ടുവരും. നാളുകൾക്ക് മുമ്പ് കേട്ട ഒരു ദൈവശബ്ദം ഇന്ന് പകൽ ആക്റ്റീവ് ആകുകയാണ് ഇതിനകത്ത്. ൂല
ദൈവം പറഞ്ഞ വാക്ക് അത് ജീവൻ പ്രാപിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഏത് വ്യക്തിയുടെ ലൈഫിലാണെങ്കിലും ഹല്ലേലൂയ, ആമേൻ, എത്ര നാള് കഴിഞ്ഞിട്ടാണെങ്കിലും ഹല്ലേലൂയ, ആമേൻ, ഇന്ന് നീ കടന്നു പോകുന്ന സാഹചര്യം ഒരു പക്ഷേ ആ വാക്ക് നിന്നിൽ ആക്റ്റീവ് ആകാൻ ഒരു സാധ്യതയും ഇല്ലാത്ത സമയമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നീ നടന്നു പോകുന്ന ആ സമയം ഹല്ലേലൂയ, ഈ വാഗ്ദത്തം എന്റെ മേലിൽ ഒരിക്കലും വീഴാൻ ഒരു സാധ്യതയും ഇല്ലാത്ത സമയമായിരിക്കും. പക്ഷെ ഇന്ന് പകൽ ദൈവാത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന് നിന്റെ സാധ്യതയുടെ ആവശ്യമില്ല. ദൈവത്തിന് നിന്റെ സഹായം ആവശ്യമില്ല. ദൈവത്തിന് നിന്റെ ഹെൽപ്പ് ആവശ്യമില്ല. അവൻ ചെയ്യുന്നത് അവന്റെ കൈയുടെ വലുപ്പത്തിനനുസരിച്ച്. അവൻ പ്രവർത്തിക്കുന്നത് അവന്റെ വലുപ്പത്തിൽ നിന്നുകൊണ്ടാണ്. നീ ദൈവത്തെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. നിന്റെ സാഹചര്യങ്ങളെ കണക്കുകൂട്ടി അവൻ ഹല്ലേലൂയ ഫാക്ടുകൾ നിരത്തി വെച്ച്, അളവുകൾ നിരത്തി വെച്ച് വേണ്ട, അതെടുത്ത് മാറ്റ്. ഹല്ലേലൂയ. അതിന്റെ ആവശ്യം ഇന്ന് പകലില്ല. ഹല്ലേലൂയ. അവൻ ചെയ്യുന്നത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന പ്രവൃത്തി അവന്റെ കയ്യിലുണ്ട്. അവന്റെ ഒരു വാക്ക് ഭൂമിയിൽ വീണാൽ അവൻ ജീവൻ പ്രാപിക്കുന്ന രീതിയിൽ ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുകയും അവന്റെ വാക്കിന്റെ അകത്ത്. ഇന്ന് പകൽ അങ്ങനെ ചിലരുടെ ലൈഫിൽ ചിലതിനെ വിളിച്ചു വരുത്തുന്ന, ചില വാഗ്ദത്തങ്ങൾക്ക് ജീവൻ പ്രാപിക്കുന്ന ചില നാളുകൾക്ക് മുമ്പ് ഇവിടെ വീണ ഒരു ദൈവശബ്ദത്തിന്റെ പിന്നിൽ ഹല്ലേലൂയ, ആ ദൈവശബ്ദത്തോട് ചേർന്ന് നിന്ന് ഞാൻ വിളിച്ചു പറയാം, അസ്ഥിക്കൂട്ടം പോലെ കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ നിന്റെ ലൈഫിലുണ്ടോ? ഇന്ന് പകൽ അവൻ അതിനെ ദൈവസന്നിധിയിലേക്ക് വെച്ചല്ല. ഇന്ന് അതിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു കാറ്റടിക്കുകയാണ്. അസ്ഥിയോട് ചേരട്ടെ, മാംസം വെച്ച് പിടിക്കട്ടെ. നിന്റെ വാഗ്ദത്തം ഇനി അസ്ഥിയായി കിടക്കരുത്. നിന്റെ വാഗ്ദത്തം ഇനിയും ഡ്രൈ ബോണായി കിടക്കരുത്. ഇന്ന് പകൽ അതിന്റെ മേൽ അവൻ ദൈവത്തിന്റെ കാറ്റടിക്കുകയാണ്. നീ അതിനോട് പ്രവചിക്കാമോ? പകൽ അതിനോട് പ്രവചിക്കാമോ? അവൻ നിന്റെ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ വാഗ്ദത്തത്തെ നോക്കി പ്രവചിക്കുക. ഞാൻ കാല് കിടക്കുന്നുണ്ടെങ്കിൽ, കാൽ വെക്കുന്നുണ്ടെങ്കിൽ ആ വാഗ്ദത്തം എന്റെ മേൽ ആക്റ്റീവായിട്ട് അതിനെ നോക്കി ആത്മാവിൽ നിന്ന് ദൂത് വിളിച്ചു പറ. ഓ, എന്റെ ദൈവം അതിനെ ജീവിപ്പിക്കും. എന്റെ ദൈവം അതിനെ പൊക്കിയെടുത്ത് കൊണ്ടുവരും. എന്റെ സാഹചര്യങ്ങൾ അതിന് വിഷയമല്ല. എന്നോട് പറഞ്ഞ എന്റെ വാഗ്ദത്തങ്ങൾ, എന്റെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ജീവിക്കുന്ന വർഷമാണ് അടുത്ത വർഷം. യോബിന്റെ പുസ്തകം അതിന്റെ 19-ാം അധ്യായം 25, 26, 27 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോബിന്റെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവനോട് ഒടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. മതി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോബ് വിളിച്ചു പറയുകയാണ്, മൈ റെഡീമർ ലിവ്സ്. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിളിച്ചു പറയാൻ പറ്റും? മൈ റെഡീമർ ലിവ്സ്. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്.
ഹല്ലേലൂയ. ആമേൻ. ഈ വീണ്ടെടുപ്പുകാരൻ ഉള്ളിടത്തോളം മറ്റൊന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല, മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഈ വീണ്ടെടുപ്പുകാരൻ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇയ്യോബ് വിളിച്ചു പറയുകയാണ്, മൈ റെഡീമർ ലിവ്സ്. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. മൈ റെഡീമർ ലിവ്സ്. ഹല്ലേലൂയ. അതൊക്കെ പറയുമ്പോൾ വളരെ പ്രൗഡായിട്ട് വിളിച്ചു പറയണം, മൈ റെഡീമർ ലിവ്സ്. ഹല്ലേലൂയ. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ആ ജീവനെന്ന് വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യോബിന്റെ പുസ്തകം നിങ്ങൾക്കെല്ലാം വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു ഭാഗമാണ് യോബിന്റെ പുസ്തകം. അതിന്റെ 1-ാം അധ്യായം 2-ാം അധ്യായം ഒക്കെ വായിച്ചു വരുമ്പോൾ യോബിന്റെ പുസ്തകത്തിന്റെ അകത്ത് അവൻ എന്തുകൊണ്ടാണ്, ഏതൊക്കെ സാഹചര്യത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നതെന്ന് ഒക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? യോബ് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവന് 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. അവന്റെ പുത്രന്മാർ ഓരോരുത്തർ താങ്കാന്റെ ദിവസത്തിൽ താങ്കാന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോട് കൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം നിറയുമ്പോൾ ഇയ്യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്ന രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോകും. ഇയ്യോബ് എന്ന മനുഷ്യന്റെ ജീവിതത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോ? 10 മക്കളുള്ള ഒരു പിതാവ്, സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആ ദേശത്ത് ആർക്കും ഇല്ലാത്ത രീതിയിൽ സമ്പത്തിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ തന്റെ കയ്യിൽ അവൻ, ഹല്ലേലൂയ, സമ്പത്ത് അവന്റെ കയ്യിലുണ്ട്, അനുഗ്രഹം അവന്റെ കയ്യിലുണ്ട്. എല്ലാ രീതിയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു ഡെഫിനേഷൻ ആയിട്ട് വേണമെങ്കിൽ ഇയ്യോബിന്റെ ലൈഫ് പറയാം. അതുപോലെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ. മക്കൾ കൂടി വരുമ്പോൾ ഇയ്യോബിന്റെ ടെൻഷൻ എന്നാണെന്ന് അറിയാമോ? ഇവരെങ്ങാനും പാപം ചെയ്താലോ, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്താലോ എന്ന് പേടിച്ച് ഇവരെ വീടിനകത്ത് വിളിച്ചു വരുത്തി ആൾക്കു വീതം ഹോമയാഗം കഴിയും. പ്രൈസ് ദി ലോർഡ്. അവൻ എത്ര ദൈവഭക്തനായ മനുഷ്യനാണെന്ന് ചിന്തിച്ചു നോക്കി. ഹല്ലേലൂയ. അവനവന്റെ തലമുറകളെ കുറിച്ച് വിചാരമുണ്ടായിരുന്നു, അവന്റെ കുടുംബത്തെ കുറിച്ച് വിചാരമുണ്ടായിരുന്നു. അവൻ ദൈവസന്നിധിയിൽ ഇത്രയേറെ ഭക്തിയിൽ, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച്, ദൈവത്തിന്റെ സ്നേഹത്തിൽ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് ജീവിക്കുന്ന ഒരു അച്ചായൻ അല്ലെ, ഒരു പ്രശ്നവുമില്ല, വളരെ കൃത്യമായിട്ട് യോഗത്തിന് പോകുന്നുണ്ട്, ചർച്ചിന് കൊടുക്കുന്നുണ്ട്, സംഭാവനയൊക്കെ വാരി കുഴി കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. എല്ലാ രീതിയിലും നല്ല ലൈഫിൽ പോകുന്ന ഒരു മനുഷ്യൻ. ഇങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാമോ? യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്നാണ്. മതി. നിങ്ങൾ അവന്റെ സമ്പത്ത് കണ്ടു, അവൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ കണ്ടു. പക്ഷെ ദൈവം അവനെ കുറിച്ച് പറയുന്ന ഒരു ടെസ്റ്റിമണി ഉണ്ട്. ദൈവം അവനെ കുറിച്ച് പറയുന്ന 2 ലൈനിനകത്തുണ്ട്. അവനെ കുറിച്ച് എഴുതിയേക്കുന്നത് വായിച്ചു നോക്കി. അവനെ പോലെ നിഷ്കളങ്കനും, അവനെ പോലെ നേരുള്ളവനും, അവനെ പോലെ എന്റെ ഭക്തനായിരിക്കുന്നവനും, അവനെ പോലെ ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ.
അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന മുഴുവൻ വ്യക്തികളെക്കാളും അവൻ ദൈവം വിളിച്ചു പറയുക, അവൻ ദോഷം വിട്ടകലുന്നവനാണ്, ഇവൻ നിഷ്കളങ്കനാണ്, ഹല്ലേലൂയ, ഇവൻ നേരുള്ളവനാണ്, ഇവൻ എന്റെ ഭക്തനാണ്, ഹല്ലേലൂയ, ഇവൻ എന്റെ നാമത്തിനു വേണ്ടി നിൽക്കുന്നവനാണ്, ഹല്ലേലൂയ. അവൻ ദൈവം ഒരുത്തനെ കുറിച്ച് ടെസ്റ്റിമണി പറയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കുറിച്ച് ദൈവം എങ്ങനെയായിരിക്കും ടെസ്റ്റിമണി പറയുന്നത്? എന്തുമായിരിക്കും പറയുന്നത്? പിശാച് നിങ്ങളുടെ കാര്യത്തിനകത്ത് ദൈവത്തോട് വാദിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. എങ്ങനെയായിരിക്കും നിങ്ങളെ കുറിച്ച് ദൈവം ടെസ്റ്റിമണി പറയുന്നത്? പത്രോസിനോട് പറഞ്ഞ പോലെ, പത്രോസേ, നിന്നെ പതിർ പാറ്റുന്ന പോലെ പാറ്റാൻ ശ്രമിച്ചാൽ ഞാൻ സമ്മതിക്കാഞ്ഞതാണ്. ഇങ്ങനെയായിരിക്കും ടെസ്റ്റിമണി പറയുന്നത്, അതോ ഇതുപോലെ ആയിരിക്കും ടെസ്റ്റിമണി പറയുന്നത്? ദൈവം പറയുക, അവനെ പോലെ അങ്ങനെ ഒരുത്തൻ ഭൂമിയിലില്ല. ഈ ബൈബിളിലെ ഓരോ ക്യാരക്ടർ കണ്ടിട്ട് നിങ്ങൾ കർത്താവ് എന്നെ അവനെ ഉപയോഗിക്കുന്നവരെ ഉപയോഗിക്കാൻ ഞാൻ ചോദിക്കുമ്പോൾ, അവരെ പോലെ ഒറ്റ വ്യക്തി ആ ടൈമിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ദൈവത്തിന് വേണ്ടി നിന്നവരാണ് അവരെല്ലാവരും. അല്ലാതെ 3 മാസം വിശുദ്ധിയിലും 3 മാസം അശുദ്ധിയിലും പിന്നെ വീണ്ടും എഴുന്നേക്കും, പിന്നെ താഴെ പോവും, പിന്നെ ദൈവം ക്ഷമിക്കുന്ന ദൈവമല്ലേ? ഇതിനകത്ത് നിൽക്കുന്ന ഒരുത്തനെ ദൈവത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി, അവനെ അത് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേനാണെങ്കിൽ ഇപ്പുറത്തോട്ട് പോകും. പിന്നെയും അവനെ ഒന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരുമ്പോ പുറകോട്ട് പോകും. യോബിനെ കുറിച്ച് പറയുക, അവനെ പോലെ നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും എന്റെ ഭക്തിയിൽ അതുപോലെ നിൽക്കുന്നവനുമായ ഒരു മനുഷ്യൻ ഭൂമിയിലില്ലായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ കാണാനില്ല. അതുപോലെ ഇവൻ എനിക്ക് വേണ്ടി നിന്നവനാ. ദൈവം ടെസ്റ്റിമണി പറയുകയാണ്, ദൈവം അവനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. ഇന്ന് ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള സാക്ഷ്യം എന്താണ്? ഇന്ന് പകലിൽ ദൈവം നിങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നത്? ദാനിയേലിനെ കുറിച്ച് പറഞ്ഞു, ഇവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുരുഷൻ. ദൂതൻ വന്നിട്ട് പറയാ, ദാനിയേലേ, നീ മുട്ടുമടക്കോ ഇരിക്കുകയൊന്നും വേണ്ട, നീ സ്വർഗത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവനാ. അവൻ നീ എന്റെ അവിടുത്തെ പ്രിയ പുരുഷനാ, നീ നേരെ നിൽക്ക്. ദൈവം കൊടുക്കുന്ന ടൈറ്റിലുകൾ, സ്വർഗത്തിന് അവൻ പ്രിയമുള്ളവനായിരുന്നു. ഹല്ലേലൂയ. നാളെ ചോദിക്കേ, സകലത്തെ വാഴുന്ന ദൈവം, സകലത്തിന്റെ മീതെ വസിക്കുന്നവൻ, അഖിലാണ്ടത്തെ മുഴുവൻ നിർമ്മിച്ചവൻ, ഹല്ലേലൂയ, തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ദൂതന്മാർ, അവൻ സൈന്യമായി സഞ്ചരിക്കുന്നവൻ, അവൻ എന്നിട്ട് വിളിച്ചു പറയുക, ദാനിയേൽ, ഹീസ് മൈ ഫ്രണ്ട്, അവൻ എന്റെ പ്രിയ പുരുഷൻ, അവൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, അവൻ എന്നോട് ചേർന്ന് നിൽക്കുന്നവൻ, എനിക്ക് ഇഷ്ടമുള്ളവൻ, എന്റെ സ്നേഹിതൻ. ഇങ്ങനെയൊക്കെയാ വിളിക്കുന്നേ. ഇവർ ഈ ടൈറ്റിലിന് വേണ്ടി കൊടുത്ത വില ചെറുതല്ല. ഇവർ ഈ ടൈറ്റിലിന് വേണ്ടി കൊടുത്ത പെയിൻ ചെറുതല്ല. പക്ഷെ എവിടെയോ കൃപ കൊണ്ട് മക്കൾ എന്നൊരു പദവി തന്നിട്ട് അതിന്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കാൻ പറ്റാതെ പോയൊരു തലമുറയാണ് വിശ്വാസത്തിൽ നിന്നുള്ളത്. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ പറ്റുന്ന പുത്രത്വത്തിന്റെ പദവിയെ നിന്റെ കയ്യിലേക്ക് എടുത്തു തന്നപ്പോഴും ആ ഒരു വാക്കിന്റെ ഗ്രേറ്റ്നെസ് എന്താണെന്ന്, അല്ലെങ്കിൽ ആ ഒരു വാക്കിന്റെ വില എന്താണെന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഒരു തലമുറ ആത്മീയ ഗോളത്തിനകത്തുണ്ട്. അപ്പന്റെ സ്നേഹത്തിനകത്ത് ചേർന്ന് നിൽക്കാൻ പറ്റാത്ത, അപ്പന്റെ മാറോട് ചേർന്ന് നിൽക്കാൻ പറ്റാത്ത അവനൊരു തലമുറ. നിങ്ങൾ അങ്ങനെ ആയി പോകരുത്. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രസംഗ വിഷയം അതല്ല. അവൻ ഹല്ലേലൂയ. ഇവിടെ നിന്നിട്ട് കർത്താവ് പറയുക, നീ എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ദൈവസന്നിധി വന്നു നിൽക്കുമ്പോൾ തന്നെ അവന്റെ വിചാരത്തെ വളരെ കൃത്യമായി കർത്താവ് നോട്ടീസ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ എന്താണ് ആലോചിക്കുന്നത് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് കർത്താവ് നോട്ടീസ് ചെയ്യുക.
ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ സംസാരിച്ചായിരുന്നു ഈ വിഷയം അല്ലേ? ഹല്ലേലൂയ. സ്നേഹം ഞാൻ പറഞ്ഞു, പിശാച് പോലും യൂസ് ചെയ്യുന്നത് ദൈവത്തിന്റെ പവറാണെന്ന് പറഞ്ഞപ്പോ സ്നേഹിക്ക് ആദ്യം അംഗീകരിക്കാൻ ഒരു ഇച്ചിരി മടിയുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞു, പിശാചൊന്ന് ചിന്തിക്കണമെങ്കിൽ പോലും ആ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ദൈവം കൊടുത്തതാണ് അവന്. അവൻ സ്വതവേ ക്രിയേറ്റ് ചെയ്തതൊന്നുമില്ല, ദൈവമാണ് ക്രിയേറ്റർ, ക്രീച്ചറാണ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ക്രീച്ചറിന്റെ മനസ്സിൽ വന്ന വളരെ തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയെ കറക്റ്റായിട്ട് ദൈവം പിടിച്ചു. നിന്റെ കണ്ണ് എന്റെ ദാസന്റെ മേളിൽ വീണത് ഞാൻ കണ്ടു. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആര് കണ്ടില്ലെങ്കിലും, ഒരു പ്രവാചകനും കണ്ടില്ലെങ്കിലും, ഒരു വ്യക്തിയും കണ്ടില്ലെങ്കിലും, നിന്റെ മേളിൽ ശത്രു കണ്ണ് വെക്കുന്നതിനെ കൃത്യമായി കാണുന്ന ഒരു സ്വർഗ്ഗം. ഏത് മേഖലയിൽ അവൻ കണ്ണുവെക്കുന്നു, അവൻ കണ്ണുവെക്കുമ്പോൾ തന്നെ അതിനെ കൃത്യമായി നോട്ടീസ് ചെയ്യുന്ന ഒരു സ്വർഗമുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഞാൻ ദൂത് പറയാം, അവൻ അറിയാതെ നിന്റെ തലയിലെ ഒരു മുടി പോലും താഴെ വീഴത്തില്ല. അതെല്ലാം സ്വർഗം കൗണ്ടഡാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ അവിടെ നിന്നുകൊണ്ട് ഞാൻ ചിലരോട് ഒരു ദൂതായിട്ട് വിളിച്ചു പറയാം. പ്രൈസ് ലോർഡ്. നീ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നീ നന്മകൾ പ്രാപിക്കുമ്പോൾ, നീ ആത്മീയത്തിനകത്ത് ഉയരുമ്പോൾ, നിന്റെ അനുഗ്രഹത്തിന് നേരെ, നന്മയ്ക്ക് നേരെ, ഉയർച്ചയ്ക്ക് നേരെ നോട്ടമിടുന്ന പൈശാചിക മേഖലകൾ ഉണ്ടായിരിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതിനെ കൃത്യമാക്കി മനസ്സിലാക്കി അതിനെ ആത്മാവിൽ നീ ഡീൽ ചെയ്യാൻ തയ്യാറാകണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതിനെ നീ ആത്മാവിൽ കണ്ട് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ഹല്ലേലൂയ, അവൻ ആ ഞെരുക്കത്തിന്റെ അകത്ത് നിന്ന് നിനക്ക് പുറത്തു വരുവാൻ പറ്റത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവൻ ആ ഞെരുക്കത്തിന്റെ അകത്ത് നിന്ന് നീ പുറത്തു വരണമെങ്കിൽ ഇതിനെ കൃത്യമായി നോട്ടീസ് ചെയ്യണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവൻ പുറപ്പാട് പുസ്തകത്തിനകത്ത് എടുക്കണ്ട, ഞാൻ പറഞ്ഞു പോകാം. പുറപ്പാട് പുസ്തകത്തിന്റെ അകത്ത് ഇസ്രായേൽ മക്കൾ അവൻ മിസ്രൈമിൽ എപ്പോഴാണ് ഇവർക്ക് പ്രശ്നം തുടങ്ങിയെന്നറിയാമോ? ഇവർ പ്രബലപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ, ഇവർ വർദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ, ഹല്ലേലൂയ, അവൻ ഇസ്രായേൽ ജനം മിസ്രൈമിൽ വർദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഫറവോൻ നോട്ടീസ് ചെയ്തു. പ്രൈസ് ലോർഡ്. അതുവരെ ഇവർക്ക് പ്രശ്നമില്ലായിരുന്നു. ആമേൻ. ഇവൻ നോട്ടീസ് ചെയ്തിട്ട് പറയുക, ഇവൻ പ്രബലപ്പെട്ട്, ഇവൻ വർദ്ധിച്ച് നാളെ ഒരു സൈന്യമായി തീർന്ന് നമുക്ക് എതിരെ യുദ്ധത്തിന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇവനെ ഒതുക്കണം. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഇവനെ നമുക്ക് ഞെരുക്കി വെക്കണം. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഇവനെ ഒരു മൂലയ്ക്ക് മാറ്റി വെക്കുന്ന രീതിയിൽ ഇവന്റെ മേളിൽ അടിമമുഖത്തെ വെക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ വചനം അതിനകത്ത് കൃത്യമായി എഴുതി വെച്ചു, ഇവർ എത്രത്തോളം ഞെരുക്കിയോ, എത്രത്തോളം ഒതുക്കിയോ, അത്രത്തോളം ജനം വർദ്ധിക്കുവാനിടയാണ്. ദൈവമക്കളുടെ ഒരു പ്രത്യേകതയാണത്. ഹല്ലേലൂയ. പിശാച് ഞെരുക്കാൻ നോക്കും, ഒതുക്കാൻ നോക്കും. അവൻ ഒതുക്കാൻ നോക്കും തോറും ജനം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അവൻ നിന്നെ ഏതെങ്കിലും മേഖലയിൽ ഒതുക്കി അവൻ താഴ്ത്തുവാൻ അവൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവൻ അവരോട് പ്രയാസപ്പെടേണ്ട. അവൻ ഒതുക്കാൻ നോക്കുന്നതിനെ എന്റെ ദൈവം അനുഗ്രഹിക്കുവാൻ കാരണമാക്കി മാറ്റും. അവൻ ഒതുക്കുന്ന മേഖലയെ ദൈവം അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാനിടയാകും. അവൻ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ദൈവം പണിയുവാനിടയാകും. പ്രൈസ് ലോർഡ്. അവൻ നിന്റെ ലൈഫിൽ അവൻ ദൈവം അറിയാതെ ഒരു മേഖലയിലും ഒന്നും സംഭവിക്കത്തില്ല. പ്രിയ ദൈവജനമേ, പിശാച് എത്ര തകർക്കുവാൻ ശ്രമിച്ചാലും അവനെ തകർക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നിന്റെ മേൽ വീട് കിടക്കും. അവൻ അതിന്റെ അടുത്ത വാക്യം ഒന്ന് ഇടാമോ? അത് വായിക്കാം മോളെ. വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത് അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനു ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ആമേൻ. ഹല്ലേലൂയ. നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും എന്ത് ചെയ്തിരിക്കുന്നു? ചുറ്റുള്ളവർക്ക് ഈ വേലി കാണാമായിരുന്നോ? നാട്ടുകാർക്ക് ഈ വേലി കാണാൻ പറ്റുന്നുണ്ടായിരുന്നോ? വീട്ടുകാർക്ക് അങ്ങനെ ആർക്കെങ്കിലും ഈ വേലി കാണാൻ പറ്റുന്നുണ്ടായിരുന്നോ? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവന്റെ ചുറ്റുമുള്ള ആർക്കും ഈ വേലി കാണാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ദൈവഭക്തനായി നിന്നവന് ചുറ്റും ദൈവത്തിന്റെ വേലി ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ അവർക്ക് മേൽ ചുറ്റുമുണ്ടായിരുന്നു. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ നീ മതിലില്ലാതെ തുറന്നു കിടന്നാലും,
അവൻ യെരൂശലേം മതിലില്ലാതെ തുറന്നു കിടക്കും, എങ്കിലും ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. ഹല്ലേലൂയ. അവൻ ഞാൻ അതിനു ചുറ്റും പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഹല്ലേലൂയ. അവൻ വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. അവൻ ഹല്ലേലൂയ അവരുടെ നടുവിൽ ഞാൻ മഹത്വമായി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അവരുടെ നടുവിൽ ഞാൻ മഹത്വമായി ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ നീ ഏതെങ്കിലും മേഖലയിൽ ഹല്ലേലൂയ എനിക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ല, എന്നെ കരുതുവാൻ ആരുമില്ല, എന്നെ കാവൽ ചെയ്യാൻ ആരുമില്ല എന്ന് കരുതുന്ന ഏതെങ്കിലും മേഖല ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ ദൈവം നിനക്ക് ചുറ്റും വേലി കെട്ടിക്കാക്കുന്നവനാണ്. എന്റെ ദൈവം ആ വേലി തുറന്നു കൊടുക്കാതെ ഒരുത്തിനും അകത്ത് കയറത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം അനുവദിക്കാതെ അതിനകത്ത് ഒരു ചെറിയ ചലനങ്ങൾ പോലും നടക്കത്തില്ല. ഇന്ന് പകരം വേലി എവിടെയെങ്കിലും പൊളിഞ്ഞു പോയെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നീ ക്രമീകരിക്കപ്പെടുക. ഹല്ലേലൂയ. കർത്താവുമായുള്ള ബന്ധത്തിൽ നീ നിൽക്കുന്നിടത്തോളം കാലം ഈ വേലി പൊളിക്കുവാൻ ഉലകത്തിൽ ഒന്നിനും കഴിയത്തില്ല. കാരണം എന്റെ ദൈവമാണ് വേലി കെട്ടുന്നത്. ഹല്ലേലൂയ. പിശാചവന്റെ മുഴുവൻ പവറും എടുത്ത് ചുറ്റും കറങ്ങി നോക്കി ഇതിനകത്തൊന്ന് കയറാൻ പറ്റുമോ എന്ന്. ഹല്ലേലൂയ. അവന് മനസ്സിലായി ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല, ഇത് ദൈവം കെട്ടിയ വേലിയാണ്. ഹല്ലേലൂയ. ഇതിനകത്ത് ഒരിക്കലും അകത്ത് കയറാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം വേലി കെട്ടിയിരിക്കുക. ദൈവജനമേ, നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവം ആ വേലി പൊളിക്കാതെ ആ സാഹചര്യത്തിൽ നിന്റെ അകത്ത് കയറാനോ പുറത്തു പോകാനോ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ വേലി കെട്ടുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വേലിയെ പൊളിക്കുവാൻ പിശാചിന് ഒരിക്കലും കഴിയത്തില്ല. ഇവിടെ കർത്താവ് അവനെ നോക്കിയിട്ട് വിളിച്ചു പറയുകയാണ്. അടുത്ത വാക്യം വന്നിട്ട്, നീ അവന്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി തിരിച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം, ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് യോബിലുള്ള കോൺഫിഡൻസ് എന്നായിരുന്നു? ഹല്ലേലൂയ. ദൈവത്തിന് ഉറപ്പായിരുന്നു ഇവൻ എന്നെ സ്നേഹിക്കുന്നത്, ഇവൻ എന്റെ ഒപ്പം നിൽക്കുന്നത് ആടുമാടുള്ളതുകൊണ്ടല്ല, ഇവൻ എന്റെ കൂടെ നിൽക്കുന്നത് സമ്പത്തുള്ളത് കൊണ്ടല്ല, ഇവൻ എന്റെ കൂടെ നിൽക്കുന്നത് മക്കളുള്ളത് കൊണ്ടല്ല, ഇവൻ എന്റെ കൂടെ നിൽക്കുന്നത് ഇവന് ചുറ്റുമുള്ള ഒരു സാഹചര്യങ്ങളിൽ ഞാൻ കൊടുത്ത ഒരു റീസണും കൊണ്ടല്ല ഇവൻ എന്റെ കൂടെ നിൽക്കുന്നത് എന്ന് അവൻ ദൈവത്തിന് യോബിനെ കുറിച്ചുള്ള ഉറപ്പായിരുന്നു. ദൈവം ഗ്യാരണ്ടി പറയാ, നിന്റെ കൈ ഞാൻ തന്നേക്കും, അതല്ല നീ ഒന്ന് തൊട്ടു നോക്കവനെ. ഹല്ലേലൂയ. നീ അവനുള്ളതെല്ലാം ഒന്ന് തൊട്ടു നോക്കി, സ്റ്റിൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അവനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് അവൻ വെച്ചത് കൊണ്ടാണ് അവൻ എനിക്ക് വേണ്ടി നിൽക്കുന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്കതെല്ലാം തൊടാനുള്ള അധികാരം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജോലിയെ തൊടാൻ അവൻ അനുവദിച്ചാൽ, നിങ്ങളുടെ സമ്പത്തിനെ തൊടാൻ അവൻ അനുവദിച്ചാൽ, നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒരു നന്മയെ തൊടാൻ അവൻ അനുവദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവിന് ആ കോൺഫിഡൻസ് നിങ്ങളെ കുറിച്ച് കാണും. അതോ നിങ്ങൾ അടുത്ത സെക്കൻഡിൽ വൈ കർത്താവേ, വൈ ഗോഡ്, എന്തുകൊണ്ട് കർത്താവിന്റെ ലൈഫ് ഞാൻ മുട്ടയിരുന്നതല്ലേ, ഞാൻ 2 മണിക്കൂർ പ്രാർത്ഥിച്ചതല്ലേ, 7 മണിക്കൂർ പ്രാർത്ഥിച്ചതല്ലേ, 4 ദിവസം ഉപവസിച്ചതല്ലേ, ഞാൻ അത് ചെയ്തതല്ലേ, ഇത് ചെയ്തതല്ലേ, ചർച്ചിന് വേണ്ടി ഇത് ചെയ്തില്ലേ, അത് ചെയ്തില്ലേ, ഞാൻ അങ്ങനെ പോയില്ലായിരുന്നു, ഇങ്ങനെ പോയില്ലായിരുന്നു, എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം എന്റെ ലൈഫിൽ വന്നേ? എന്റെ അപ്പൻ പാസ്റ്റർ അല്ലായിരുന്നു, അതിന്റെ ഫേവറെങ്കിലും കാണിക്കണ്ടേ? ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങൾ എന്തോരം ദൈവനാമത്തിന് വേണ്ടി കൊടുത്തതാ, ചെയ്തതാ? എവിടെ എവിടെ എവിടെ? ഈ ഭക്തൻ വിളിച്ചു പറയുക, ദൈവം തന്നു, ദൈവം എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിശാചി ലജ്ജിച്ചു പോയത് ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് അവൻ നിന്നിട്ട് വിളിച്ചു പറയുക, എനിക്ക് കിട്ടിയതൊന്നും എന്റേതല്ല, ദൈവം തന്നതാ. ശരിയാ, ഞാൻ അധ്വാനിച്ചു, ഞാൻ പണിയെടുത്തു, ഞാൻ ഇതിന്റെ പിന്നിൽ ഒരുപാട് ഓടി,
പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, തന്നത് ദൈവമാണ്. Praise the Lord. എനിക്കറിയാം, വലിയ കാറ്റടിച്ചു, വളരെ പ്രശ്നങ്ങളുണ്ടായി, എന്റെ ഉള്ളതെല്ലാം തകർന്നു പോയി. ലോകം നോക്കിക്കഴിഞ്ഞാൽ അവരിതിനെ പല പേരിട്ട് വിളിച്ചു പറയും. ശാശു കൊണ്ടുപോയതാന്ന് പറയും, പിശാചു കൊണ്ടുപോയതാന്ന് പറയും, മാടനടിച്ചതാന്ന് പറയും, മന്ത്രവാദം ചെയ്തയാന്ന് പറയും, ആ വിചാരം ചെയ്തയാന്ന് പറയും. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട്, ഇതിനൊന്നും എന്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. എടുത്തെങ്കിൽ അത് ദൈവമാണ് എടുത്തത്. Praise the Lord. അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്ക് തരുന്നതും ദൈവമാ, എന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നതും ദൈവമാ. ഹല്ലേലൂയ. ആമേൻ. എന്റെ കയ്യിൽ തരുന്നത് ദൈവമാണെങ്കിൽ എടുക്കാനുള്ള റൈറ്റ് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. Praise the Lord. ഹല്ലേലൂയ. ഇന്നത്തെ ചിലർ ലൈഫിനെ നോക്കിയിട്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവമാണ് നിനക്ക് തരുന്നതെങ്കിൽ ചിലത് എടുക്കുന്നതും ദൈവം മാത്രമേ എടുക്കത്തുള്ളൂ. ലോകത്തിൽ ഒന്നിനും എടുക്കാൻ പറ്റത്തില്ല. Praise the Lord. നിന്റെ ലൈഫിൽ നിന്ന് ചിലതിനെ ഗ്രാബ് ചെയ്തുകൊണ്ട് പോകാൻ പിശാചിനെ ദൈവം സമ്മതിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. അവൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പർപ്പസ് കാണും. Praise the Lord. ആ പർപ്പസ് നിന്നെ കഷ്ടതയിടാനല്ല, നിന്നെ അധികം ബ്ലെസ് ചെയ്യാൻ. Praise the Lord. ഹല്ലേലൂയ. അവന്റെ പ്ലാനുകൾ നിന്നെ കഷ്ടതയിലിട്ട്, അവൻ ഹല്ലേലൂയ കണ്ണുനീരിന്റെ കയത്തിനകത്തിട്ട് നിന്നെ നശിപ്പിക്കാനല്ല. ഓ, പിശാച് പ്ലാൻ ചെയ്യുന്നത് നിന്റെ അനുഗ്രഹത്തെ എവിടെയെങ്കിലും നശിപ്പിക്കാനാണെങ്കിൽ ഇവൻ ആ പദ്ധതി കൊണ്ടുവരുമ്പോൾ ആ പദ്ധതി ദൈവം വായിച്ചു നോക്കിയിട്ട് പറയുക, യെസ്, നല്ല പദ്ധതിയാ, എനിക്ക് ഇവനെ കുറച്ചും കൂടി അനുഗ്രഹിക്കാം. ഹല്ലേലൂയ. പിശാച് നശിപ്പിക്കാനുള്ള പ്ലാനും കൊണ്ട് അവന്റെ കയ്യിലോട്ട് കൊടുത്തപ്പോ അവൻ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, നോ നോ നോ, ഇത് നശിപ്പിക്കാനുള്ള പദ്ധതിയല്ല, എനിക്കിവനെ കൂടുതൽ ബ്ലസ് ചെയ്യാൻ, എനിക്ക് അധികം ബ്ലസ് ചെയ്യാനുള്ള പദ്ധതിയാ. ഓ രാധാന. ഇന്ന് ചിലർ കടന്നു പോകുന്ന സിറ്റുവേഷനെ നോക്കിയിട്ട് ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ നശിപ്പിക്കാനുള്ള പദ്ധതിയല്ല, നിന്നെ അധികം ബ്ലസ് ചെയ്യാനുള്ള പദ്ധതിയാ. ലോകത്തിന് അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ അറിയത്തില്ല, ലോകത്തിന് അത് വായിക്കാൻ അറിയത്തില്ല, ലോകത്തിന് അത് അനലൈസ് ചെയ്യാൻ അറിയത്തില്ല, അവരുടെ റിപ്പോർട്ടുകൾക്ക് അതിനെ പഠിക്കുവാൻ അവർക്ക് അറിയത്തില്ല. അവർ നോക്കിയിട്ട് വിളിച്ചു പറയാം, നോ, ഇത് ശാപമാണ്, ഇത് മരണമാണ്, ഇത് തകർച്ചയാണ്, ഇത് വീഴ്ചയാണ്, ഇതിന്റെ അവസാനമാണ്, ഇവിടെ കൊണ്ട് അവൻ എന്തായെന്ന്. ഹല്ലേലൂയ. പക്ഷെ ദൈവം നോക്കിയിട്ട് വിളിച്ചു പറയുക, ഇതവന്റെ വീഴ്ചയല്ല, ഞാൻ അവനെ അധികം ബ്ലെസ് ചെയ്യാൻ പോകുകയാണ്. ഇത് ശാപമല്ല മോനെ, ഇത് ഞാൻ നിന്നെ അധികം അനുഗ്രഹിക്കാൻ പോകുകയാണ്. അവൻ ഇത് നിന്നെ ഇല്ലായ്മ ചെയ്യാൻ പോകുകയല്ല, ഞാൻ നിന്നെ മോർ മോർ. അവൻ ഇത് ചിലരുടെ ലൈഫിൽ അധികമായി ചില ബ്ലെസ്സിങ്ങുകൾ, അധികമായി ചില ബ്ലെസ്സിങ്ങുകൾ, ഹല്ലേലൂയ, അധികം അധികം അനുഗ്രഹങ്ങൾ, അധികം അനുഗ്രഹങ്ങൾ, അധികം അനുഗ്രഹങ്ങൾ, അധികം അനുഗ്രഹങ്ങൾ. ഓ, ചിലരുടെ ലൈഫിന്റെ മേളിൽ അധികം അനുഗ്രഹങ്ങൾ. ശത്രു നശിപ്പിക്കാൻ പ്ലാൻ ചെയ്തതിനെ അവൻ അനുഗ്രഹമായി ടേൺ ചെയ്യാൻ പോകുകയാണ്. ഓ ശത്രു നാശത്തിനായി എഴുതി വെച്ചതിനെ ദൈവം തിരിക്കുന്ന പകലാണെന്ന് പറയും. ഓ ഇതിനോടൊന്ന് റെസ്പോണ്ട് ചെയ്തേ, ഇതിനെ ആത്മാവിൽ റിസീവ് ചെയ്തേ. ഓ, ചിലരുടെ ലൈഫിൽ ഹല്ലേലൂയ ശത്രു എഴുതി വെച്ച ചിലത് ഇന്ന് പകൽ തിരിയുകയാണ്. ശത്രു പ്ലാൻ ചെയ്ത് വെച്ച എഗ്രിമെന്റുകൾ തിരിയുക ഇന്ന് പകൽ. ഇന്ന് വരെ അതിന്റെ നെഗറ്റീവ് സൈഡാണ് നീ കണ്ടതെങ്കിൽ ഇന്ന് മുതൽ അതിന്റെ ബ്ലെസ്സിങ്ങിന്റെ സൈഡ് നീ കാണാൻ പോകുകയാണ്. തകർക്കാൻ നോക്കുമ്പോൾ ദൈവം അവനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അവനെ അടുത്ത ലെവലിലേക്ക് കയറ്റിവിടുകയാണ്. എണ്ണം കൊണ്ടാണ് മഹത്വം കണക്കാക്കുന്നതെങ്കിൽ ഇയ്യോബേ, ഇനി നിന്റെ എണ്ണത്തിന്റെ അടുത്ത് ഒരുത്തിനെ എത്തുന്നില്ല. ഹല്ലേലൂയ. പണ്ടുള്ളതിനേക്കാൾ ഇരട്ടി എണ്ണം തന്ന് നിന്നെ ചിലരോട് ദൈവത്തിന്റെ ആത്മാവിന് പോലെ വിളിച്ചു പറയുന്നു, എണ്ണത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടതിനെ അവൻ ദൈവം മടക്കി തരാൻ പോകുകയാണ്. ഓ, എണ്ണം വർദ്ധിക്കുന്നല്ലോ, എണ്ണം വർദ്ധിക്കുന്നല്ലോ.
എണ്ണത്തിൽ നഷ്ടപ്പെട്ടത് ചിലത് മടങ്ങി വരികയാണ്. ഓ രാധാ ലറാഥാനി ലബ്രബേഷ് ദേനിയ ലറഗദനഗ ലാസ്തദേനി നബ്രമാ ദിലറഗദനിയ ശതോനിയ ഹസ്തേനിയ ലറഖമന ലമാനി ലബ്രബ. ഹല്ലേലൂയ. പെട്ടെന്ന് അവന്റെ ശരീരത്തിനകത്ത് നിന്ന് അവനെല്ലാം അവന്റെ ലൈഫിനകത്ത് നിന്ന് എല്ലാം നഷ്ടപ്പെടുകയാണ്. ഹല്ലേലൂയ. റാഖമന ലറഗദനഗമന. നാളുകൾ കൊണ്ട് സമ്പാദിച്ചത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, കുടുംബത്തിന്റെ അകത്ത് സമാധാനം നഷ്ടപ്പെട്ടു, പ്രാർത്ഥനയുടെ അന്തരീക്ഷം നഷ്ടപ്പെട്ടു. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ മക്കളില്ല, ഇപ്പൊ ഒറ്റയ്ക്കിരിക്കണം, എല്ലാം നഷ്ടപ്പെട്ടു. അവൻ അവന്റെ കൂടെ ഉണ്ടെന്ന് കരുതിയതും നേടിയതും എല്ലാം അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് ചോർന്നുപോയി. പക്ഷെ അവിടെ നിന്നുകൊണ്ട് അവനൊരു വെളിപ്പാട് കിട്ടി. മൈ റെഡീമർ ലീവ്സ്. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കും. യോബേ, മറ്റു പലർക്കും വെളിപ്പെടാത്ത ഒരു സാധനം നിനക്ക് വെളിപ്പെട്ടു. മൈ റെഡീമർ ലീവ്സ്. എന്റെ ദൈവം എന്റെ വീണ്ടെടുപ്പുകാരനാകുന്നു. എന്റെ ദൈവം യഹോവ ഈരെ എന്നുള്ളത് പലർക്കും വെളിപ്പെട്ടു. കരുതുന്ന ദൈവമാണെന്നുള്ളത് വെളിപ്പെട്ടു. യഹോവ റാഫ പലർക്കും വെളിപ്പെട്ടു. പക്ഷെ യോബേ, നിനക്ക് വെളിപ്പെട്ടത് അവൻ വീണ്ടെടുപ്പുകാരനായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് എങ്ങനെ വെളിപ്പെട്ടോ, നിനക്ക് ഏത് വെളിപ്പാട് കിട്ടിയോ, ആ വെളിപ്പാടായിരിക്കും ആ പ്രശ്നത്തിന്റെ മേലുള്ള പരിഹാരമായി വെളിപ്പെടുന്നത്. നിനക്ക് എങ്ങനെയാണോ ദൈവം വെളിപ്പെട്ടത്, ആ വെളിപ്പെട്ടത് നിന്റെ ലൈഫിന്റെ പ്രശ്നത്തിന് പരിഹാരമായി അത് റിവീൽ ആകാൻ തുടങ്ങി. ഒരു വീണ്ടെടുപ്പുകാരൻ എന്താ ചെയ്യുന്നേ? പ്രൈസ് ദി ലോർഡ്. എന്താ ഒരു റിഡീമർ ചെയ്യുന്നേ? തന്റെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി, ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയി, പ്രശ്നത്തിലൂടെ കടന്നുപോയി, അവനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, അവന്റെ കയ്യിൽ നിന്ന് സകലതും ചോർന്നുപോയി, അവൻ കടം വാങ്ങിച്ചു, കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥ വന്നു, അവൻ പല സഹായങ്ങൾ വാങ്ങിച്ചു, ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. ലാസ്റ്റ് ഇവൻ ആ വ്യക്തിക്ക് അടിമയായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ അവൻ അടിമയായി ജീവിക്കുകയാണ്. അപ്പോൾ അവൻ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി അടിമമുഖത്തിൽ കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവനോട് കരുണ തോന്നിയിട്ട് ഞാൻ ചെന്നിട്ട് ഇവനെ ആരടിമയാക്കിയിരിക്കുന്നോ ആ വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് പറയുക, ഇവൻ എത്ര തരാനുള്ളത് അത് ഞാൻ തരാം, ഞാൻ നിനക്കത് തരാം, ഇവനെ റിലീസ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇവനെ റിലീസ് ചെയ്യും. എങ്ങനെയാ റിലീസ് ചെയ്യണ്ടേ? ഇനി അടിമ എന്നൊരു പേര് ഇവന്റെ മേലില്ലാതെ ഇവനെ സ്വതന്ത്രനായിട്ട് പറഞ്ഞു വിടും. പ്രൈസ് ദി ലോർഡ്. അന്നേരം അവൻ പറയുക, ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞാൽ, ഞാൻ വിട്ടുതരത്തില്ലെന്ന് പറഞ്ഞാൽ, വീണ്ടെടുപ്പുകാരൻ അവന്റെ അധികാരം യൂസ് ചെയ്യാൻ തുടങ്ങും, അവന്റെ പവർ യൂസ് ചെയ്യാൻ തുടങ്ങും. നോ, അവനെ വിട്ടേ പറ്റത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ആയുധബലം കൊണ്ടാണെങ്കിൽ ആയുധബലം കൊണ്ട്, അവൻ ഫോഴ്സ് ഉപയോഗിക്കണമെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ച് അവനെ പണം കൊടുത്തവിടുന്ന് റിലീസ് ചെയ്യാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് വീണ്ടെടുപ്പുകാരൻ ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുവരെ ആരും പറയാതിരുന്ന ആ പേര് അവൻ യോബോടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുക, ഹല്ലേലൂയ, അവൻ എന്റെ വീണ്ടെടുപ്പുകാരനാണ്. എനിക്കറിയാം ഏതൊക്കെയോ മേഖലയിൽ ഞാൻ എവിടെയൊക്കെയോ അടിമപ്പെട്ടു പോയെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. എവിടെയൊക്കെയോ എന്റെ കയ്യിൽ നിന്ന് ചോർന്നു പോയെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. എവിടെയൊക്കെയോ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഞാൻ ഒരു അടിമ മുഖത്തിൽ കിടക്കുന്നുവെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. അവൻ എന്റെ ഭാര്യ വരെ എന്നെ തള്ളിക്കളയുന്ന അവസ്ഥയിൽ കിടക്കുകയാണെന്ന് ഞാൻ അറിയാം. ഈ നുഖത്തിന്റെ അകത്ത് കിടക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എന്നും ഈ നുഖത്തിൽ കിടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്നും ഈ അടിമ നുഖത്തിൽ കിടക്കത്തില്ല.
ഞാൻ എന്നും ഈ രോഗത്തിൽ കിടക്കത്തില്ല, എന്നും ഞാൻ ഈ ബന്ധനത്തിൽ കിടക്കത്തില്ല. എനിക്കറിയാം ഒരു ദിവസം എന്റെ വീണ്ടെടുപ്പുകാരൻ എന്നോട് മനസ്സലിവ് തോന്നും. എന്റെ വീണ്ടെടുപ്പുകാരൻ തന്റെ കരുണയോടെ എന്നെ നോക്കും. ഹല്ലേലൂയ. അവൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ എനിക്കുള്ള വില കൊടുക്കാൻ തയ്യാറാണ്. വീണ്ടെടുപ്പുകാരൻ വന്നാൽ ഒരു പ്രത്യേകതയുണ്ട്. അവൻ നഷ്ടപ്പെട്ടു പോയതെല്ലാം മടക്കി പിടിക്കും. ലാൻഡാണോ നഷ്ടപ്പെട്ടു പോയത്, അതിനെ മടക്കിയെടുക്കും. പണമാണോ നഷ്ടപ്പെട്ടത്, മടക്കിയെടുക്കും. സമ്പത്താണോ നഷ്ടപ്പെട്ടത്, മടക്കിയെടുക്കും. എന്നിട്ട് ഇവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, പുതിയൊരു ലൈഫ് നീ സ്റ്റാർട്ട് ചെയ്തോ. ഹല്ലേലൂയ. പുതിയൊരു ലൈഫ് ഇവിടെ ആരംഭിച്ചോ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കിയിട്ട് വിളിച്ചു പറയട്ടെ, അവൻ നിനക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ടാവും. നഷ്ടപ്പെട്ടതിനെ മടക്കി പിടിക്കുന്ന ഒരുത്തൻ. ഹല്ലേലൂയ. അവൻ അവന്റെ സകലത്തെയും അവൻ മടക്കിയെടുക്കുവാൻ പ്രാപ്തനാകുന്ന രീതിയിൽ അങ്ങനെ ഒരു വെളിപ്പാടിനെ ഇവന്റെ അകത്തേക്ക് ഇട്ടുകൊടുത്തു. ദൈവജനത്തെ നോക്കി ഞാൻ വിളിച്ചു പറയാം, ചില വെളിപ്പാടുകൾ നിന്റെ ലൈഫിൽ വെറുതെ കയറി വരുന്നതല്ല. ദൈവം ചില റെവലേഷനുകൾ നിനക്ക് തരുന്നത് വെറുതെ അല്ല. അതെല്ലാം ഒരു കീ ആണ്. ഹല്ലേലൂയ. ചിലതിനെ അൺലോക്ക് ചെയ്യാനുള്ള കീ ആണത്. ഹല്ലേലൂയ. പ്രാർത്ഥന അലറകതനകവന. ആമേൻ. ഹല്ലേലൂയ. എനിക്കുള്ളതുപോലെ ആയിരിക്കത്തില്ല മറ്റൊരാൾക്ക് ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട്. ഹല്ലേലൂയ. ആമേൻ. അന്നേരം ഉടനെ കിടന്ന് അസൂയപ്പെടരുത്. ഹല്ലേലൂയ. ഉടനെ കിടന്ന് വാശി പിടിക്കരുത്. നിന്റെ കയ്യിൽ തന്നേക്കുന്ന കീ നിന്റെ പ്രശ്നത്തിനുള്ള കീ ആണ്. ഹല്ലേലൂയ. അവൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നത് നിനക്ക് അൺലോക്ക് ചെയ്യാനുള്ള കീ ആണ്. ഓ റാഥാന ലറകതനകവന ശതനിയ ലബ്രബ ദിലറകതനിയ. ആ വെളിപ്പാട് കൊണ്ട് ചിലതിനെ നീ അൺലോക്ക് ചെയ്യാനിടയാണ്. ആ വെളിപ്പാട് കൊണ്ട് ചിലതിനെ നീ ഊരിയെടുക്കാനിടയാണ്. പകൽ അങ്ങനെ വെളിപ്പാടിൽ കയറുന്ന ചിലത് ഇത് അറിയുമ്പോൾ തന്നെ വിടുതലായി മാറട്ടെ. ഞാൻ പറഞ്ഞ ഈ വാക്കിനെ നീ ഗ്രഹിക്കുമ്പോൾ തന്നെ നാളുകളായി നിന്റെ മേൽ കിടന്ന ചിലതിനെ അഴിക്കുവാൻ കഴിയുന്ന രീതിയിൽ ആത്മാവിൽ ഇത് വെളിപ്പാടായി കയറട്ടെ. പലർക്കും മറഞ്ഞിരിക്കുന്നതിനെ ദൈവം നിനക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പലതിനും മറഞ്ഞിരിക്കുന്ന ഗ്രഹിക്കാൻ പറ്റാത്തതിനെ നിനക്ക് അവൻ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ. അവൻ ഹിയോബേ, ഈ റെഡീമർ എന്ന് പറയുന്ന വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്ന വിഷയം നിന്റെ കൂട്ടുകാർക്ക് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. അവൻ ഭാര്യയ്ക്ക് ഒരുപക്ഷെ മനസ്സിലായെന്ന് വരത്തില്ല, നാട്ടുകാർക്ക് മനസ്സിലായെന്ന് വരത്തില്ല. ഹല്ലേലൂയ. ഇവനെ എങ്ങനെ വീണ്ടെടുക്കാൻ പറ്റും? ഹല്ലേലൂയ. പക്ഷെ വെളിപ്പാട് കിട്ടിയവൻ പറയാ, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഹല്ലേലൂയ. അവൻ ആ വെളിപ്പാടിൽ അതിന്റെ ആഴത്തിലേക്ക് പോവുകയാ. അവൻ പറയുക, എനിക്കറിയാം എന്റെ വീണ്ടെടുപ്പുകാരനെ. ഐ നോ ഹിം. ഞാൻ രുചിച്ചറിഞ്ഞതാണ് അവനെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും അവനെ, പക്ഷെ എനിക്കറിയാം. എനിക്ക് ആ ദൈവത്തെ അറിയാന്നേ. അവൻ എനിക്ക് വീണ്ടെടുപ്പുകാരനായി പണ്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും അവൻ അങ്ങനെ തന്നെ വെളിപ്പെടും. അവൻ പാസ്റ്റിലേക്ക് പോവുകയാണ്. അടുത്ത ഫ്യൂച്ചറിലോട്ട് പോയിട്ട് പറഞ്ഞ കേട്ടോ, എന്റെ ദേഹം മുഴുവൻ ക്ഷയിച്ചാലും ഞാൻ ദേഹസഹിതമായി അവനെ കാണും. ഹല്ലേലൂയ. ഈ വെളിപ്പാട് ഇവിടുന്ന് കിട്ടി. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ. പണ്ട് പഴയ നിയമത്തിനകത്ത് ഇതുണ്ടായിരുന്നു, പക്ഷെ ഈ പുതിയ നിയമത്തിന്റെ വെളിപ്പാട് നീ എവിടെ കയറി പിടിച്ചേ? ഹല്ലേലൂയ. റെഡീമർ എന്ന് പറയുന്ന ആ വെളിപ്പാടിനെ പിടിച്ചാൽ ക്രിസ്തുവിന്റെ നേച്ചറിനെ കാണാതെ അത് പഠിക്കാൻ പറ്റത്തില്ല. ബൈബിൾ പറയുന്ന
പൂർത്തീകരണം എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. അവൻ മരണത്തിന്റെയും പാതാളത്തിന്റെയും പാപത്തിന്റെ മുഴുവൻ കെട്ടിനെയും കാൽവരിയിൽ മറുവിലയായി തന്റെ രക്തത്തെ കൊടുത്ത് അവൻ വിട്ടുതരത്തില്ലെന്ന് പറഞ്ഞ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയിട്ട് തന്റെ മക്കളുടെ കയ്യിലേക്ക് അവൻ അതിനെ ഇട്ടുകൊടുക്കുവാനിടയായി. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ആരാണ് എന്റെ വീണ്ടെടുപ്പുകാരൻ? ഹല്ലേലൂയ. എന്റെ യേശു എന്റെ വീണ്ടെടുപ്പുകാരൻ. അവൻ മറുവില കൊടുക്കുക മാത്രമല്ല, അവൻ റാൻസം പേ ചെയ്യുക മാത്രമല്ല, പിശാചി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞതിനെ അവന്റെ അധികാരം ഉപയോഗിച്ച്, അവന്റെ അതോറിറ്റി ഉപയോഗിച്ച്, പവർ ഉപയോഗിച്ച് അതിനെ പൊട്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് അവൻ വിലയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുവരുവാനിടയായി. അവൻ എന്റെ മുമ്പിൽ സമയം കഴിഞ്ഞു. അവൻ ഹല്ലേലൂയ. അവൻ നിങ്ങൾക്ക് എല്ലാവർക്കും ദിവസത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് പകൽ നല്ലൊരു വീണ്ടെടുപ്പുകാരൻ നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ. നിങ്ങൾ കടന്നു പോകുന്ന ഏത് സാഹചര്യമാണ്, ഏത് അവസ്ഥയാണെങ്കിലും, ഏത് മേഖലയാണെങ്കിലും, ഹല്ലേലൂയ, വീണ്ടെടുപ്പുകാരൻ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, അവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ വെറുതെ വീണ്ടെടുപ്പുകാരെന്ന് പറഞ്ഞിട്ട് പോകുന്നവനല്ല. അവന്റെ അടുക്കൽ വന്നവരെല്ലാവരും അവന്റെ വീണ്ടെടുപ്പിന്റെ ശക്തി മനസ്സിലാക്കിയിട്ടാണ് പോയത്. ഇന്ന് പകലും എന്റെ ദൈവം വീണ്ടെടുപ്പുകാരനാണെന്ന് പറയുമ്പോൾ ഏത് വലിയ ബന്ധനമാണെങ്കിലും, രോഗമായിക്കൊള്ളട്ടെ, ശാപമായിക്കൊള്ളട്ടെ, സാമ്പത്തികമായിക്കൊള്ളട്ടെ, ഏത് വിഷയമാണെങ്കിലും എന്റെ ദൈവത്തിന് വീണ്ടെടുക്കാൻ പറ്റാത്ത ഒരു വിഷയവുമില്ല. എന്റെ ദൈവത്തിന് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരു മേഖലയുമില്ല. ഞാൻ പറയുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ വീണ്ടെടുപ്പുകാരന്റെ ശബ്ദവും നിങ്ങളെ തൊടുവാനാണ്. ഇന്ന് പകൽ നിങ്ങൾ നേരിടുന്ന ഏതെങ്കിലും വിഷയത്തിന് മറുപടി ഇല്ലെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിന്റെ മുമ്പിൽ അവൻ കർത്താവേ എനിക്കിതിനെ അപ്പുറത്തേക്കൊന്ന് കടക്കാൻ പറ്റാതെ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മേഖലയിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ, ഇന്ന് പകൽ ആ വിഷയത്തെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവച്ച് വീണ്ടെടുപ്പുകാരൻ എന്ന വെളിപ്പാടിനെ ദൈവം വെറുതെ അയക്കത്തില്ല ഒരിടത്തും. ആ വിഷയത്തെ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വെക്കുമ്പോൾ ഇന്ന് പകൽ വീണ്ടെടുപ്പുകാരന്റെ ശക്തി അതിന്റെ മേൽ അടിക്കുകയാണ്. അതൊരു പക്ഷെ നിങ്ങളുടെ പാപ സ്വഭാവമായിരിക്കാം, നാളുകളായി നിങ്ങളെ അടിമപ്പെടുത്തുന്ന വിഷയമായിരിക്കാം. യോബിനെ സംബന്ധിച്ച് അവന്റെ രോഗമായിരുന്നു അവന്റെ വിഷയം. ഓട്ട് കഷ്ണം കൊണ്ട് അവന്റെ ദേഹത്ത് നിന്ന് ചുരണ്ടി കളയുന്ന രീതിയിൽ, ആർക്കും അടുക്കാൻ പറ്റാത്ത രീതിയിൽ, പുഴുവരിക്കുന്ന ശരീരം പോലെ തകർന്നിരുന്നവനാണ് അവൻ. പക്ഷെ ഈ വീണ്ടെടുപ്പുകാരെന്നുള്ള വെളിപ്പാട് അകത്ത് കയറി കഴിഞ്ഞു. അവൻ പറഞ്ഞ വാക്കെന്താ? ഞാൻ അവനെ ദേഹസഹിതനായി കാണും. ഈ വെളിപ്പാട് അകത്ത് കയറി കഴിഞ്ഞപ്പോ ദ്രവിച്ചുകൊണ്ടിരുന്ന ശരീരം തിരിച്ചു വരാൻ തുടങ്ങി. പുഴുവെടുത്ത ശരീരം തിരിച്ചു വരാൻ തുടങ്ങി. അങ്ങനത്തെ വെളിപ്പാട് ഇന്ന് പകൽ ആരെങ്കിലും അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, എന്റെ യേശു രോഗസൗഖ്യം തരുന്നവനാണെന്നുള്ള വെളിപ്പാട് നിന്റെ അകത്ത് കയറിയിട്ടുണ്ടോ? എന്റെ യേശു സമ്പത്ത് തരുന്നവനാണെന്നുള്ള വെളിപ്പാട് നിന്റെ അകത്ത് കയറിയിട്ടുണ്ടോ? എന്റെ യേശു അവൻ പാപത്തിന് പരിഹാരമാണെന്നുള്ള വെളിപ്പാട് നിന്റെ അകത്ത് കയറിയിട്ടുണ്ടോ? എന്റെ യേശു സകലത്തിന് പരിഹാരമാണെന്നുള്ള വെളിപ്പാട് നിന്റെ അകത്ത് കയറിയിട്ടുണ്ടോ? അത് കയറിയിട്ടുണ്ടെങ്കിൽ അത് ക്രിയ ചെയ്തു തുടങ്ങും. ഓ ഇന്ന് പകൽ നിനക്ക് കിട്ടിയ വെളിപ്പാടിന്റെ അകത്ത് നിന്നുകൊണ്ട് നിന്റെ ലൈഫിനെ നീ നോക്ക.
അവൻ റെഡീമർ എന്നുള്ള ഒറ്റ വാക്കിൽ നിന്നുകൊണ്ട് അവന്റെ ലൈഫിനെ നോക്കുകയാണ്. അവൻ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ ദേഹസഹിതനായി അവനെ കാണും. ഇന്ന് പകൽ നിനക്ക് എങ്ങനെയാ ദൈവം വെളിപ്പെട്ടത്? ഹല്ലേലൂയ. പ്രവാചക അഭിഷേകത്തിലാണോ നിനക്ക് ദൈവം വെളിപ്പെട്ടത്? എവിടെയാ നിനക്ക് വെളിപ്പെട്ടത്? അവിടെ നിന്നുകൊണ്ട് നിന്റെ ലൈഫിനെ നോക്ക്. ഇന്ന് അവിടെ നിന്നുകൊണ്ട് ലൈഫിനെ നോക്കിയിട്ട് വിളിച്ചു പറ, ഓ രാധന നരകതനി. നിനക്ക് തന്ന ശുശ്രൂഷയിൽ നിന്നുകൊണ്ട്, നിനക്ക് തന്ന ദൈവം തന്ന ഓഫീസിൽ നിന്നുകൊണ്ട്, ഇന്ന് പകൽ അവിടെ നിന്നുകൊണ്ട് നിന്റെ ലൈഫിനെ നീ നോക്കിക്കേ. ഏലിയാവിന്റെ ആത്മാവോടുകൂടി യോഹന്നാനെ, നിന്നെ ഞാൻ വെറുതെ അല്ല അയക്കുന്നത്. നീ ചെല്ലുന്നിടത്തെല്ലാം ഈ ശക്തി വെളിപ്പെടും. നിനക്ക് കിട്ടിയ വെളിപ്പാട് പ്രകടമാകും. ഏലിയാവിന്റെ ശുശ്രൂഷയിൽ എന്തൊക്കെയാണോ വെളിപ്പെട്ടത്, അതിന്റെ നേച്ചർ യോഹന്നാനെ നിന്റെ ശുശ്രൂഷയിലും വെളിപ്പെടുവാനിടയാകും. മോശേ, നിന്റെ മേൽ പകർന്ന ആത്മാവിനെ ഞാൻ യോശുവയുടെ മേലിൽ പകർന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ എന്തൊക്കെ ചെയ്തു തന്നോ അതുപോലെ ഞാൻ യോശുവയ്ക്ക് ചെയ്തു കൊടുക്കുവാനുള്ളത്. ഓ, ഇന്ന് ചിലരുടെ വെളിപ്പാടുകൾ അവരുടെ ലൈഫിനെ തിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ സാന്നിധ്യം പകലടിക്കുന്നു. വീണ്ടെടുപ്പുകാരനായ വെളിപ്പെടണം. ഒരു വീണ്ടെടുപ്പുകാരനായി വെളിപ്പെടണം. ഓ, ചില നുകങ്ങൾ യേശുവിൻ നാമത്തിൽ പൊട്ടേണ്ടത്. പ്രാർത്ഥിക്കുന്ന നിമിഷം ദൈവശക്തിയുടെ വലിയൊരു പ്രഹരം ഉച്ച മുതലുള്ള കാൽ വരെ ഇപ്പോൾ അടിക്കട്ടെ. വിരോധമായി നിന്നെ കെട്ടുന്ന എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. യേശുവിൻ നാമത്തിൽ അടിയട്ടെ. യേശുവിൻ നാമത്തിൽ അടിയട്ടെ. ആരോഗ്യത്തെ ചോർത്തിക്കളയുന്നതിന്, ബലത്തെ ചോർത്തിക്കളയുന്നതിന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നുകൊണ്ട് അതിന്റെ മേൽ ജയമെടുക്കുകയാണ്. മുഖത്തെ ഒഴിച്ചു കളയുകയാണ്. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ കരം, രോഗസൗഖ്യത്തിന്റെ ശക്തി എന്റെ ദാസന്റെ മേലടിക്കണമേ. രോഗസൗഖ്യവുമായി നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ ദാസനെ നിമിഷം തൊടുവാനിടയാകട്ടെ. Amen.